എല്ലാവർക്കും ദ മല്ലു ട്രേഡറിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലേക്ക് നമ്മൾ വാച്ച് ഔട്ട് ചെയ്യേണ്ട 2-3 സ്റ്റോക്കുകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതൊരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങൾ സ്വന്തമായി അനലൈസ് ചെയ്തതിന് ശേഷം തന്നെ ചെയ്യുക. ഫസ്റ്റായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് NMDC സ്റ്റീലാണ്. NMDC സ്റ്റീല് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മൾ വാച്ച് ഔട്ട് ചെയ്യുന്ന പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 49 റുപ്പീസ്, 49.45 ഈ ഒരു റീജിയൻ തൊട്ടിട്ട് ഒരു 47.50 ഈ ഒരു റീജിയൻ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതൊരു നല്ലൊരു ബൈയിങ് പോയിൻ്റാണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു റീജിയൻ്റെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ചെയ്യാവുന്നതുമാണ്. അതേപോലെ തന്നെ നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്, നമുക്കൊരു റെസിസ്റ്റൻ്റ് പോലെ വരുന്നത് ഈ ഒരു ഏരിയയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സിറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ മാർക്കറ്റ് കണ്ടീഷനും ഇവിടെ നിന്നുള്ള ഇമ്പൾസീവ് മൂവ് ഉണ്ടോ എന്ന് നോക്കണം. ഇമ്പൾസീവ് മൂവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതേപോലെ പെട്ടെന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്യുമ്പോൾ ഉള്ള മൂവ്മെൻ്റാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് വാച്ച് ചെയ്യുക. അതോടൊപ്പം തന്നെ NMDC സ്റ്റോക്കിൻ്റെ പേര് മറക്കണ്ട, NMDC സ്റ്റീൽ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് നോക്കാൻ പറ്റിയൊരു സ്റ്റോക്ക് ആസ്ട്രൽ. ആസ്ട്രൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു നല്ല ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഈ ഒരു സപ്പോർട്ട് ഏരിയ വന്ന് 1, 2, 3 വട്ടം ടാപ്പ് ചെയ്തിട്ടാണ് ഇത് റെസിസ്റ്റൻ്റ് ആയത്. ഇതിനെ ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ മിറ്റിഗേറ്റ് ചെയ്ത് വീണ്ടും ഈ ഒരു റേഞ്ചിലേക്ക് എത്തുന്നുണ്ട്. ഈ ഒരു റേഞ്ചിലേക്ക് എത്തുമ്പോൾ നമുക്ക് നോക്കാം, ഏകദേശം ഇപ്പം ആസ്ട്രലിൻ്റെ പ്രൈസ് എടുക്കണേ 1927.90 ആണ്. നമുക്ക് ഏകദേശം ഒരു 1800 റേഞ്ചിലേക്ക് വരുമ്പോൾ നമുക്കത് കൺസിഡർ ചെയ്യാം. അതേപോലെ തന്നെ നമുക്കൊരു 1750 ആ ഒരു റേഞ്ച് നമുക്ക് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യാവുന്നതാണ്. ടാർഗറ്റ് നമുക്കൊരു 2200 ആ ഒരു റേഞ്ചിലേക്ക് ഈ ഒരു റേഞ്ച് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇനി അടുത്തതായിട്ട് നോക്കാനുള്ളൊരു സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സൈഡ് നോക്കാം. എക്സൈഡ് ഇപ്പം കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറയുമ്പം 466 ആണ്. അപ്പോൾ നമുക്കിതിനകത്തും ഇതേപോലെ തന്നെ എക്സൈഡ് ഇവിടെ നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഒരു ചെറിയൊരു കറക്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു റീജിയൻ, അതായത് 450 ആ ഒരു റീജിയൻ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ഒരു 425 ആ ഒരു റീജിയനിലും വെക്കാം. വേണമെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ തീരുമാനങ്ങൾ. നിങ്ങൾ വാച്ച് ഔട്ട് ചെയ്യാനുള്ള ഒരു 2-3 സജഷൻസാണ് ഞാൻ പറഞ്ഞിരുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് നോക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ നമ്മൾ കണ്ടു, ഇവിടുന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്ക് നല്ലൊരു ഇമ്പൾസീവ് മൂവ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇൻവോൾവ്മെൻറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ഗ്രാബുണ്ടോ ഇവിടെ, ചെറിയൊരു ഗ്രാബ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കും അതേപോലെ തന്നെ നമുക്ക് പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 23 ഇപ്പോൾ ഉള്ള പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ് നമ്മുടെ എത്രത്തോളം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, നമുക്ക് സ്റ്റോപ്പ് ലോസ് നമുക്ക് കുറച്ച് അധികം വെക്കേണ്ടി വരും. പക്ഷേ ഇതൊരു നല്ല റീജിയനാണ്. ഇപ്പോൾ ഉള്ള റീജിയൻ കാരണം ഇവിടുന്ന് 1 ടാപ്പ്, 2 ടാപ്പ്, 3 ടാപ്പ് വന്നിട്ടുണ്ട്. ഇനി നമുക്കറിയേണ്ടത് ഈ ടാപ്പിനെ ബ്രേക്ക് ചെയ്തത് താഴേക്ക് പോകുമെന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റീജിയനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി കറക്റ്റ് ടൈമിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് വാച്ച് ഔട്ട് ചെയ്യുക. ഈ ഒരു റീജിയൻ്റെ ഉള്ളിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഇതിലും കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും വരാൻ ഉള്ള പ്രചോദനത്തിനായി
ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.